അൻസിബ പറയുന്നത് പരദൂഷണമല്ല. അൻസിബയുടെ പേര് മറ്റൊരു യൂട്യൂബ് ചാനലിൽ കൂടെ വന്ന് ഭാവിയിൽ ചീത്തയാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ അൻസിബ മീഡിയ എടുത്ത് വന്ന് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ തന്നെ കേരളത്തിൽ സർവൈവ് ചെയ്യേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തോ അവരൊന്നിച്ച് നോമ്പ് നോക്കി വൈകുന്നേരം നോമ്പ് മുറിച്ചു എന്നുള്ള സത്യമാണ്. അതിനെക്കുറിച്ചൊരു വിവാദം ഉണ്ടായി. ഇങ്ങനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയെങ്കിലും രണ്ട് വാക്ക് പറ. എനിക്ക് സ്നേഹിക്കുന്നവർ ഇവര് പറയും രണ്ട് വാക്ക്. അല്ല, അവര് പറഞ്ഞു. നിങ്ങളെല്ലാരും കൈവക്കി കണ്ടു. അയ്യോ പാവം ടിങ് ടോം ചേട്ടനല്ലേ. സ്നേഹിക്കുന്നവർ ഇവര് പറയും. നിങ്ങളൊന്ന് കൈപൊക്കി കാണിക്കാൻ പറഞ്ഞിട്ട് ആരും കൈപൊക്കി കാണിച്ചില്ല. അപ്പൊ ആർക്കും ടിങ് ടോം ചേട്ടനോട് സ്നേഹം ഇല്ലെന്നല്ലേ അതിനർത്ഥമായിട്ട് വരുന്നത്. എന്നാ അവിടെ ചമ്മി നാറി നിൽക്കുന്ന ടിങ് ടോം ചേട്ടൻ ഒരു ചെവിക്കകത്ത് അതങ്ങ് ഒതുക്കി അങ്ങ് അവസാനിപ്പിച്ച്. എന്തൊക്കെ തരത്തിലുള്ള ഭീഷണികളാണ് ഈ അമ്മ ഗ്രൂപ്പിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ പിരിച്ചുവിടേണ്ട സമയം എന്നേ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈവിൽ സിനിമയിൽ നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാരെ മാത്രം ഇതിന്റെ പ്രാതിനിധ്യത്തിലേക്ക് കൊണ്ടുവരിക. അല്ലാതെ കൊണ്ടുവരുമ്പോൾ എന്തോ കുഴപ്പമെന്ന് പറയും. ഇതുപോലുള്ള ഈഗോയും ക്ലാഷും സംഭവങ്ങളും ഒക്കെ ഉണ്ടാകും. കാരണം എല്ലാത്തിൻ്റെയും കയ്യിൽ ചെമ്പുള്ളതാണ്. അപ്പൊ അതിൻ്റെതായ ഒരു ചെറിയ ഈഗോ പ്രശ്നം അവിടെ അടിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ചേട്ടന്റെ ഗ്രൂപ്പിനകത്ത് കൊടുക്കുന്ന ഭീഷണി, ഈ ജിഹാദി എന്നൊക്കെ വിളിച്ചെന്നൊക്കെ പറഞ്ഞാൽ വിളിക്ക് വന്നിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അതായത് വിളിച്ചു അല്ലെങ്കിൽ മതം മാറ്റാനായിട്ട് കൊണ്ടുവന്നു, മതം മാറ്റാനായിട്ടുള്ള ചെയ്തികൾ ചെയ്തു എന്നൊക്കെ പറയുന്നത്, അവർ തന്നെ രംഗത്ത് വന്ന് പറയുന്നു ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ലെന്ന്. ടിങ് ടോം ചേട്ടന്റെ ഓരോരോ കളികളെ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഏതൊക്കെ രീതിയിലാണെന്നുള്ളത്. ചേട്ടനാണെങ്കിൽ മറ്റേ ഡ്രഗ്സിനെതിരെ പല്ലുപൊടിയോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അടിച്ച് 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ദാണ്ട് കിടക്കുന്നു മോനെ ഡ്രഗ്സുമായിട്ട് പിടിച്ചിരിക്കുന്നു. അപ്പോഴത്തേന് അപ്പനുണ്ടോ മോന്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ചമ്മി നാറി അതിനകത്ത് കിടന്ന് മെഴുകിയ ചേട്ടൻ പിന്നെ അതിനകത്ത് കയറി എങ്ങനെയോ രക്ഷപ്പെട്ടു. ഈ കേസ് കഴിഞ്ഞ ഫെബ്രുവരി നടന്നൊരു കാര്യമാണ്. ഇതുവരെ അമ്മ അസോസിയേഷനകത്ത് അവർക്കൊരു തീർപ്പാക്കാനായിട്ട് കഴിയാത്തത് കൊണ്ടാണ് ഇത് സോഷ്യൽ മീഡിയയിൽ വന്ന് ചർച്ചയായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കേ, മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ പ്രമുഖ നടന്മാരും നടിമാരും എല്ലാം കൂടെ ചേർന്നുള്ള ഇൻഡസ്ട്രി ഇത്രയും വലിയ അതപ്പതിച്ച് വെറും ലോക്കലിലും താഴെയായിട്ടൊരു ചർച്ചാ വിഷയമായിട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവരുടെ ക്വാളിറ്റി ഒന്ന് ആലോചിച്ച് നോക്കേ. നമ്മൾ സിനിമയിൽ കാണുന്നതും കോമഡിയിൽ കാണുന്ന പലരുടെയും പൊയ് മുഖങ്ങളൊക്കെ ഇവിടെ അഴിഞ്ഞു വീഴുക. ഞാൻ വ്യക്തമായിട്ട് ഇതിനകത്ത് അവരുടെ വാട്സപ്പ് ചാറ്റ് കാണിക്കാം, അതിനകത്ത് പറയാനുള്ള വോയിസും കേൾപ്പിക്കാം. ഈ ജിഹാദി എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ മതം മാറ്റാൻ ഇടയുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞ് ഇവരുടെ പ്രൊഡക്ഷൻ കൺട്രോൾ ആയിട്ടുള്ള രാജീവ്, അദ്ദേഹത്തിന്റെ മകനായ ശ്രീകുട്ടനെയാണ് ഇവർ തമ്മിൽ, അതായത് ടിങ് ടോം ചേട്ടനും അൻസിബയും കൂടെ ഒന്നിച്ച് അഭിനയിച്ച പോലീസ് ഡേ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ആരോപണം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അതിൽ പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ ആരോപണത്തിന് ഇരയായിട്ടുള്ള ഈ വ്യക്തി ശ്രീകുട്ടൻ തന്നെ എന്താണ് ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്നുള്ളതും ആ രീതിയിലുള്ള ഒരു സംഭവങ്ങളും അരങ്ങേറിയിട്ടില്ലെന്നും അൻസിബ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും പറയുന്നു. എന്നാൽ ആ വാട്സപ്പ് ചാറ്റ് പുറത്തു വന്നപ്പോഴത്തേക്കിനും അതിനകത്തും വ്യക്തമായി ടിങ് ടോം ചേട്ടൻ തന്നെ കുടുങ്ങിപ്പോകുന്നൊരു കാര്യം. ചേട്ടൻ എന്ത് പറ്റി? കോളിംഗ് ബെല്ലിന്റെ പേരും വെച്ചിട്ട് ചേട്ടൻ ഇങ്ങനെയൊക്കെ കാണിക്കാൻ കൊള്ളാമോ? ഇത് അമ്മ അസോസിയേഷനകത്തുള്ള ഗുണ്ടയാണോ ടിങ് ടോം ചേട്ടൻ എനിക്ക് ചോദിക്കാനുണ്ട്. കാരണം ടിങ് ടോം ചേട്ടന്റെ കാറിനെ ബേസ് ചെയ്ത്, അതായത് ഫോർഡ് മസ്തങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു കമന്റ് ഇട്ട ഒരു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുന്ന ഒരു ചെറുക്കനെ അവന്റെ കമന്റ് ബോക്സിൽ നല്ലാതെ പേഴ്സണൽ DM-നകത്തോട്ട് പോയിട്ട് അവനെ തെറി വിളിക്കുകയും ബ്ലോക്ക് ചെയ്യുകയും തുടങ്ങിയ സാഹചര്യങ്ങളൊക്കെ ചേട്ടനുണ്ട്. ചേട്ടൻ മറ്റേ കോമഡിയിൽ കാണുന്ന കോമഡി ആർട്ടിസ്റ്റ് മാത്രമല്ല, അത്യാവശ്യം ഭീഷണിയും ദേഷ്യവും പ്രൊവോക്ക് ചെയ്യാനും അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊത്ത് ഇരയാവാനും നല്ല കാര്യപ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് വ്യക്തമായിട്ട് എനിക്ക് ആ വീഡിയോസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. നമുക്ക് ആദ്യം ചേട്ടന്റെ 2 പരിപാടി ഒന്ന് കാണാം. കണ്ടിട്ട് ഈ ചാറ്റ്, വോയിസ് ക്ലിപ്പ് തുടങ്ങിയ എല്ലാ സാധനവും ഞാൻ പ്രോപ്പറായിട്ട് തന്നെ ഇതിനകത്ത് കാണിച്ചുതരാം. ആദ്യം ചേട്ടൻ്റെ ഒരു ഗാനാലാപനം എനിക്ക് എന്തോന്നും മനസ്സിലായിട്ടാ. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് അതിനെപ്പറ്റി വല്ല മനസ്സിലാവുന്നെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണേ. ആടു ബാമ്പേ ആടാടു ബാമ്പേ ആടാടു ബാമ്പ്. അയ്യോ തെറ്റിപ്പോയി. അവിടെ അല്ലായിരുന്നു പാടേണ്ടത്. അണ്ണന്റെ ഒരു ഓവറായിപ്പോയി. പിന്നെ ആടു ബാമ്പേ ആടാടു ബാമ്പേ കാവി നീളം ബാമ്പേ എന്താ വിളിക്കുവാണ്. ബാബാ എനർജി കയറിയ ചുമ്മാ അല്ല മോനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അച്ഛൻ പോയെന്നാണ് എനിക്ക് ഈ പരിപാടിയൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഇനി കേരളക്കാരെ സ്നേഹിക്കുന്ന ടിങ് ടോം ചേട്ടന്റെ സ്ത്രീ ആരാധകരെ നമുക്ക് പരിചയപ്പെടാം. സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയെങ്കിലും രണ്ട് വാക്ക് പറ. എനിക്ക് സ്നേഹിക്കുന്നവർ ഇവര് പറയും രണ്ട് വാക്ക്. അല്ല, അവര് പറഞ്ഞു. നിങ്ങളെല്ലാരും കൈവക്കി കണ്ടു. എന്നെ സ്നേഹിക്കുന്നവർ അവരല്ലേ. ഞാൻ മറ്റേ പെട്ടെന്ന് മുളച്ചു വന്ന സൂപ്പർ സ്റ്റാർ ഒന്നുമല്ലോ. പെട്ടെന്ന് മുളച്ചു വന്ന സൂപ്പർ സ്റ്റാർ അല്ലല്ലോ. അപ്പൊ പയ്യെ മുളച്ചു വന്ന സൂപ്പർ സ്റ്റാർ ആണെന്നാണ് പറയുന്നത്. സൂപ്പർ സ്റ്റാർ? നിങ്ങൾ സൂപ്പർ സ്റ്റാർ ആയിരുന്ന? അപ്പൊ ഈ സൂപ്പർ സ്റ്റാർസിനെയൊക്കെ നമ്മൾ എന്തോ പറയണം? അൾട്രാ സൂപ്പർ സ്റ്റാർ എന്ന്. അണ്ണന്റെ ഓരോ പരിപാടി ഒരു ഫിഗർ പോലും കറക്റ്റായിട്ട് കാണിക്കാതെ നിൽക്കുന്ന
ഒരു വ്യക്തി സൂപ്പർ സ്റ്റാർ അല്ല വേണേ ഓൾ ഇൻ ഓൾ എന്ന് പറയാം. കാരണം ഡബിങ്ങിന് സ്റ്റണ്ടിങ്ങിന് ഡൂപ്പിന് ഡൂപ്പ്, സിനിമയിൽ അഭിനയിക്കാനാണെങ്കിൽ അത്, സ്റ്റേജ് ഷോയ്ക്കാണെങ്കിൽ അത്, അങ്ങനെ എല്ലാ കാര്യത്തിലും കൈയിട്ട് വരവുന്ന ഒരു കഴിവില്ലാത്ത ഒരാൾ കാണുമല്ലോ. അതായിട്ട് നമുക്ക് കൂട്ടാം. ഞാൻ അമ്പലപ്പറമ്പ് പള്ളിപ്പറമ്പുകളിൽ നിന്നും പരിപാടി നടത്തി അങ്ങനെ അമ്മയിലെത്തി എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് 10 വർഷം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്നവരിൽ ഒരാളാണ് ഞാൻ. അങ്ങനെ അവർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ടെങ്കിൽ ഞാൻ വേണ്ട, എനിക്ക് 10 പൈസ അവിടെ നിന്ന് ലാഭമുള്ള കാര്യമല്ല. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശെടുത്ത് ഡീസൽ അടിച്ച് അവിടെ വന്ന് പ്രവർത്തിക്കുന്നതെന്ന് അവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. അതിപ്പം നമ്മുടെ കുറ്റമല്ല. നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു സംഘടനയിൽ ഭാരവാഹിത്വമൊക്കെ വഹിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തം കയ്യിൽ നിന്ന് ഡീസൽ അടിച്ചൊക്കെ പോകേണ്ടി വരും. അത് ഈ മസ്തം ഓടിക്കുന്നതുകൊണ്ടല്ലേ 3-4 മൈലേജ് അല്ലേ ഉള്ളൂ. മാറ്റിയിട്ട് നല്ല മൈലേജ് ഉള്ള 10-30 മൈലേജ് ഉള്ള ഏതെങ്കിലും ഒരു വണ്ടി എടുത്ത് ഓട്ടില്ല. അപ്പോൾ പിന്നെ വലിയ ചെലവ് ചേട്ടന് വരത്തില്ല. എനിക്കിപ്പോൾ തരാൻ പറ്റുന്ന ഒരു ഏക ഉപദേശം അതായിരിക്കും. ഈ എളിയ കലാകാരൻ്റെ ഉപദേശം അങ്ങ് സ്വീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസിലേക്ക് തന്നെ കടക്കാം. അതിന് മുമ്പ് കൊണ്ട് പാർവതിക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. മലപാർവതി. അൻസിബ പറഞ്ഞ 100% കാര്യങ്ങളും ഞാൻ അൻസിബയുടെ കൂടെയാണ്. കഴിഞ്ഞ പ്രാവശ്യം കുക്കുവിൻ്റെയും ശ്വേതയുടെയും കൂടെ ഞാൻ എത്രത്തോളം നിന്നോ ഇപ്പം ഞാൻ അത്രയും തന്നെ ഞാൻ അൻസിബയുടെ കൂടെ നിൽക്കുന്നു. അൻസിബ പറയുന്നത് ലോജിക്കലാണ്. അൻസിബ പറയുന്നത് പരദൂഷണമല്ല. അൻസിബയുടെ പേര് മറ്റൊരു യൂട്യൂബ് ചാനലിൽ കൂടെ വന്ന് ഭാവിയിൽ ചീത്തയാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ അൻസിബ മീഡിയ എടുത്ത് വന്ന് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ തന്നെ കേരളത്തിൽ സർവൈവ് ചെയ്യേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് പരദൂഷണവും ലൈറ്റായിട്ടുള്ള കാര്യം. നമ്മുടെയൊക്കെ പബ്ലിക് ഇമേജ് അത്ര ഇമ്പോർട്ടൻ്റ് ആക്ടേഴ്സ് അല്ലേ. അവിടെ പിന്നെ രഹസ്യമായിട്ട് വാർത്തകൾ യൂട്യൂബർക്ക് ചൂർത്തിക്കൊടുത്ത് നമ്മളുടെ റെപ്യൂട്ടേഷൻ ഇല്ലാതാക്കുന്ന ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ടെങ്കിൽ സത്യസന്ധമായ നല്ല മീഡിയയിൽ വന്നിട്ട് ഇത് എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നതിന് എന്താ കുഴപ്പം? There is no നല്ല മീഡിയ, ചീത്ത മീഡിയ. എല്ലാ മീഡിയാസും നല്ലതുമാണ്, എന്നാൽ എല്ലാ മീഡിയാസും അതുപോലെ തന്നെ ചീത്തയുമാണ്. സ്വാർത്ഥ താല്പര്യത്തിനും വീഡിയോയുടെ വ്യൂസിനും റീച്ചിനും ചാനലിന്റെ ഗ്രോത്തിനും വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നിഷ്പക്ഷമായിട്ട് കറക്റ്റായിട്ട് വാർത്തകൾ പറയുന്നത് എനിക്ക് തോന്നുന്നു ആകാശവാണി മാത്രമേ ഉള്ളതാണ്. കാരണം അത് വരുന്ന സാധനങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും അവിടെ കാണിക്കുന്നത്. അല്ലാത്ത പക്ഷത്തോളം അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ അൻസിബയിലേക്ക് വന്നു കഴിഞ്ഞാൽ അൻസിബ കാണിച്ചിട്ടുള്ളത് ശരിയായ ട്രാക്ക് തന്നെയാണ്. ഓൾറെഡി ഇവരുടെ സെക്രട്ടറിയോടും പ്രസിഡന്റിനോടും ഇതിനെപ്പറ്റി ഇൻഫോം ചെയ്തപ്പോഴത്തേക്കിന് അങ്ങനെ അതിന് തെളിവുകളില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം താങ്ങാൻ പറ്റാതായിരിക്കും ആ പെൺകുട്ടി ഇതുപോലൊരു മീഡിയയിലേക്ക് വന്ന് പറഞ്ഞത്. ഇപ്പം മാലാപാർവതി പറഞ്ഞ ശരിയാണ്. മേ ബി ഇത് ടിനി ടോം ആദ്യം വന്നിട്ട് ഇത് വേറെ ഒരു രീതിയിൽ വളച്ചൊടിച്ചിരുന്നു എങ്കിൽ എല്ലാവരും ഇപ്പം അൻസിബയ്ക്കെതിരെ തിരിഞ്ഞാനായിരുന്നു. തീർച്ചയായിട്ടും തിരിഞ്ഞാനായിരുന്നു. അൻസിബ കറക്റ്റായിട്ട് ട്രാക്കിലേക്ക് വരികയും അതിനൊത്ത തെളിവുകൾ, ഈവൻ വാട്സപ്പ് ചാറ്റ്, വോയിസ് റെക്കോർഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പുറത്ത് വന്നപ്പോഴത്തേക്കിന് മനസ്സിലായി ടിങ് ടോം ചേട്ടൻ ഇതിനകത്ത് എത്രത്തോളം കളിച്ചിട്ടുണ്ടെന്നൊരു കാര്യം. ആ വോയിസും എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് വെക്കാം. ടിനി ടോമുമായി ബന്ധപ്പെട്ടാണ് ആരോപണം ഉയരുന്നത്. അത് അതെ, അൻസിബ നേരിട്ട് കേട്ടതല്ല. ഉറപ്പായിട്ടും ഒരാൾക്കെതിരെ പരദൂഷണം പറയുമ്പോൾ അവരോട് നേരിട്ട് പറയില്ലല്ലോ. അപ്പൊ അത് കേട്ടത് നീന കുറുപ്പാണെന്ന് പറയുന്നു. നീന കുറുപ്പ് അതിൽ തെളിവ് കാണിക്കണമെന്നാണ് കേട്ടു. നീന കുറുപ്പിന്റെ അല്ലല്ല, നീന കുറുപ്പ് ടിനിയോട് പറയുന്നുണ്ട് നിർത്ത്, ഇല്ലേ ഞാനിത് ലൗഡ് സ്പീക്കറിൽ ഇടുമെന്ന് പറഞ്ഞ് അൻസിബയെ ഫോണിൽ വിളിച്ച അൻസിബ നീന കുറുപ്പിന്റെ ഫോണിൽ കൂടെയാണ് ഇത് കേട്ടത്. ഫോൺ ഓണാക്കി വെച്ചേക്കുമായിരുന്നു നീന. ശരി, അപ്പൊ അതൊക്കെ കേട്ടിട്ടുണ്ട്. അൻസിബ കൃത്യമായി കേട്ടിട്ടുണ്ട്. പിന്നെ തെളിവ് കാണിക്കണം എന്ന് പറഞ്ഞ തെളിവ് എന്തായാലും ഉണ്ട്. ഇനിയിപ്പോ തെളിവ് കാണിക്കാനായിട്ട് പോവുക എന്ന് പറയുന്നത് അതിനകത്ത് വലിയ ആരോപണങ്ങളൊന്നുമില്ല. ഈ ഉദ്ദേശിച്ചിരിക്കുന്ന ആളാരാ? അതായത് പ്രൊഡക്ഷൻ കൺട്രോളുടെ മകൻ ശ്രീകുട്ടൻ. അപ്പൊ ശ്രീകുട്ടൻ തന്നെ അവന്റെ വോയിസ് വഴി പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനെ നടന്നിട്ടില്ല എന്നുള്ളത്. ആദ്യം നമുക്ക് ആ ന്യൂസ് ഒന്ന് കാണാം, വാട്സപ്പ് ചാറ്റ് കാണാം, അതിനുശേഷം ആ വോയിസ് നമുക്കൊന്ന് കേൾക്കാം. നടി അൻസിബയ്ക്കെതിരെ ടിനി ടോം നടത്തിയ ഊളക്കേസ് പരാമർശത്തിനും മതം മാറ്റ വിവാദത്തിലും തെളിവായി വാട്സപ്പ് ചാറ്റ് പുറത്ത്. അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ചാറ്റിന് പുറമെ അൻസിബ ആരെയും മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ രാജീവിന്റെ മകന്റെ ഓഡിയോ സംഭാഷണവും പുറത്തു. ലക്ഷ്മിപ്രിയ തനിക്കെതിരെ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ അമ്മ നിഷ്പക്ഷ അന്വേഷണം നടത്തണമെന്ന് അന്ന് ജോയിന്റ് സെക്രട്ടറിയായ അൻസിബ ആവശ്യപ്പെട്ടിരുന്നു. അത്തരം ഊളക്കേസ് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാൽ മതിയെന്നാണ് അമ്മ വാട്സാപ്പിൽ ടിനി ടോമിന്റെ മറുപടി. അതായത് ഇവരുടെ അമ്മ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ടിനി ടോം കൊടുത്തിട്ടുള്ള ഒരു മറുപടിയാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ആദ്യം ടിൻ ടോം ഇതിനകത്ത് അയച്ചിട്ടുള്ള മെസ്സേജ് നമുക്കൊന്ന് കാണിക്കാം. ദയവ് ചെയ്ത് വ്യക്തിപരമായുള്ള ഊള കേസുകൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തീർക്കുക. സ്പോൺസർമാരുമായി കൂട്ടിക്കുഴയ്ക്കേണ്ട. മലർന്നു കിടന്നു തുപ്പുന്നവർ സൂക്ഷിക്കുക. അമ്മ സീനിയേഴ്സിനെ ഇടപെടുത്താതെ സൂക്ഷിക്കുക. ക്രോസിംഗ് യുവർ ലിമിറ്റ്സ്. പ്രസിഡന്റ് ആൻഡ് സെക്രട്ടറി പ്ലീസ് സ്റ്റോപ്പ് ദിസ്. അതായത് മുതിർന്ന സീനിയർ ആൾക്കാരെ ഇതിനകത്ത് കൊണ്ട് കൂട്ടിക്കുഴച്ചേക്കും എന്ന രീതിയിൽ ഒരു ചെറിയ ഭീഷണിയായിരുന്നു ഈ വ്യക്തി ടിങ് ടോം ചേട്ടൻ അയച്ചു കൊടുത്തത്. ഓക്കെ, അങ്ങനെ ടിങ് ടോം ചേട്ടൻ ആ അയച്ചു കൊടുത്ത
ആ ഒരു ഗ്രൂപ്പിലെ ചാറ്റിന് വേണ്ടിയിട്ട് അൻസിബ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അൻസിബ എച്ച്, അമ്മയിലെ സീനിയേഴ്സിനെ കാര്യങ്ങൾ ബോധിപ്പിക്കുമെന്ന ടിനി ടോം ചേട്ടന്റെ ഭീഷണി സ്വാഗതം ചെയ്യുന്നു. വസ്തുതകൾ അവർ അറിയട്ടെ. സംഘടനയിൽ ഒരു വൈസ് പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറിക്കെതിരെ കേസ് കൊടുക്കുക സാഹചര്യം. തീർച്ചയായിട്ടും അവർക്കെതിരെ കേസ് കൊടുക്കേണ്ട സാഹചര്യം എന്താണ്? സീനിയേഴ്സ് അറിയട്ടെ. സീനിയേഴ്സിനെ ഇടപെടുത്തു എന്ന് പറഞ്ഞപ്പോഴത്തേന് അറിയട്ടെ, ആ ഭീഷണിയെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഉടനെ ചേട്ടന്റെ അടുത്ത ഭീഷണി, ഇതാണ് അടിപൊളി ഭീഷണി. ഭീഷണി ഇങ്ങനെയല്ല കുട്ടി, അത് ആദ്യം മനസ്സിലാക്കുക. കൺട്രോളർമാരുമായ രാജീവ് കുടപ്പനാക്കുന്നം രാജേഷ് നെയ്യാറ്റിങ്കര എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ഒട്ടും പേടിക്കാനില്ല. ഇതാണ് സംഭവം. അതായത് ഈ കൺട്രോളർ ജിഹാദി, അതായത് മതം മാറ്റാൻ പോകുന്ന എന്നൊരു കാര്യമാണ് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ഇദ്ദേഹം ആ ഗ്രൂപ്പിനകത്ത് ഇട്ടൊരു കാര്യം. എന്നാൽ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള രാജീവ് അദ്ദേഹത്തിന്റെ മകനും തമ്മിലുള്ള ആ വോയിസ് ഞാൻ ഇതിനകത്ത് കേൾപ്പിക്കാം. അവരുമായിട്ട് ഇതൊരു ബന്ധവും ഇല്ലെന്ന് അവർ പറയുന്ന ടിങ് ടോം ചേട്ടനോട് പിന്നെ ആരാ പറഞ്ഞ് തെമ്മാടിത്തരമൊക്കെ അങ്ങ് സ്വന്തമായിട്ട് തോന്നുവാണോ? സ്റ്റേജിൽ കയറുമ്പം സ്പോട്ടിൽ വരുന്ന ഓരോ ഡയലോഗ്സ് പോലെ കണ്ടുവരാം. എന്തോ അവരൊന്നിച്ച് നോമ്പ് നോക്കി വൈകുന്നേരം നോമ്പ് മുറിച്ചു എന്നുള്ള സത്യമാണ്. അതിനെക്കുറിച്ചൊരു വിവാദം ഉണ്ടായി. ഇങ്ങനെ എൻ്റെ മകനെയും ഈ ജിഹാദിയാക്കാൻ അല്ലെങ്കിൽ മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളത് വെറുതെ ആണ് എൻ്റെ അറിവിൽ. അതിങ്ങനെ ആദ്യം കേട്ടപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലായിടത്തും പോലെ ഞെട്ടി ഇങ്ങനെ. അപ്പം രണ്ടാമത് ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എൻ്റെ മകനാണ് സംഭവം. നോമ്പ് സമയത്ത് ആ ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ ചെറുക്കൻ അൻസിബയുടെ കൂടെ നോമ്പ് നോറ്റുന്നൊരു ദിവസം, അതിന് വേണ്ടിയിട്ടാണ് ജിഹാദിയാക്കുന്നു, മതം മാറ്റാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് നോമ്പ് നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്. എന്തിന്? തമിഴ്നാട് CM ജോസഫ് വിജയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോയി പറയാവോ ടോണി? അല്ല ടോണി അല്ല, ടിങ് ടോം ചേട്ടാ. എനിക്ക് ഏറ്റവും വിശ്വാസം മകനോട് ചോദിച്ചപ്പോൾ മകൻ പറഞ്ഞു ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല അൻസിബ, ഒരിക്കലും. അതുപോലെ തന്നെ ഞാനും എൻ്റെ ചെവിയിൽ അങ്ങനെ മതം മാറ്റാൻ സംസാരിക്കുകയോ മതത്തെക്കുറിച്ച് ഒന്നും അൻസിബയും ആരും സെറ്റിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അതിൽ ഇതല്ല, ഞങ്ങളുടെ എന്നെയും എൻ്റെ മകൻ്റെയും ശ്രീകുട്ടൻ്റെയും മുൻപിൽ അങ്ങനെ ഒരു വിഷയം വന്നിട്ടില്ല. അങ്ങനെ ഞങ്ങളുടെ മതം മാറ്റാൻ ശ്രമിച്ചില്ല, എന്നെയും എൻ്റെ മകനെയും ആരെയും ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഞാനത് ഇങ്ങനെ എല്ലായിടത്തുനിന്നും വിളിച്ച് പറഞ്ഞു. പിന്നെ മാലാപാർവതിജിയും ഇപ്പോൾ ചോദിച്ചു എന്നോട് ഇങ്ങനെ, പിന്നെ അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇഷ്യൂ വേണ്ട, ഞങ്ങൾ ഈ ജീവിച്ചു പോട്ടെ. പിന്നെ അൻസു എന്ന് പറഞ്ഞ കുട്ടി ഒരിക്കലും ഈ മതത്തെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചോ എൻ്റെ മുമ്പിൽ സംസാരിക്കുക, നമ്മൾ ഫോൺ വിളിക്കുമ്പോഴൊക്കെ മറ്റുള്ള കാര്യങ്ങളല്ലാതെ ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ല. അപ്പോൾ ചുമ്മാ ഇങ്ങനെ അതിനെക്കുറിച്ചൊരു ഇഷ്യൂ വേണ്ട. എൻ്റെ മകനെ സംബന്ധിച്ച് ഒരിക്കലും ഒരു ഇഷ്യൂ വേണ്ട. അൻസിബയ്ക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കരുത്. എൻ്റെ മകനും ഞാനും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഈ മതം മാറുന്ന കാര്യം സംസാരിച്ചതായിട്ട്. കേട്ടല്ലോ, ഇതാണ് അരങ്ങേറിയിരിക്കുന്ന ഈ രാജീവ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളർക്ക് പറയാനുള്ളൊരു കാര്യം. ആലോചിച്ച് നോക്കെ ടിങ് ടോം ചേട്ടൻ്റെ ഓരോ ഇടപെടൽ ഇതിനകത്തുള്ള. എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും വെള്ളത്തോട്ടം കയറുക അങ്ങ് അവസാനിപ്പിക്കുക. സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി എങ്ങാണ്ടാണ് ഒരു സ്ത്രീയെ ഇവർ സെക്രട്ടറി ആയിട്ട് കൊണ്ടുവന്നത്. ഇപ്പൊ ഇവര് എല്ലാവരും ഒരു ടീമായിട്ട് നിന്ന് ബാക്കിയുള്ളവർക്കെതിരെ പോരാടുന്നതാണ് അമ്മ 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 എന്ന് പറയുന്നില്ല AMMAയ്ക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ആ മകന്റെ വോയിസ് ഞാൻ കേൾപ്പിക്കാം. എന്നാൽ തന്റെ മകനെ അൻസിബ മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ലെന്ന രാജീവിന്റെ വാട്സാപ്പ് ഓഡിയോയും പുറത്തു വന്നു. ജിഹാദിയാക്കാൻ അല്ലെങ്കിൽ മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളത് വെറുതെ. രാജീവ് പറഞ്ഞത് ശരിവെച്ച മകനും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമായ ശ്രീകുട്ടനും രംഗത്തെത്തി. പോലീസ് ഡേ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ താനും അൻസിബയും ഒരുമിച്ചുണ്ടായിരുന്നുവെന്നും അൻസിബ തന്നെ മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ലെന്നും ശ്രീകുട്ടൻ പറഞ്ഞു. സെറ്റിൽ താൻ ഒരു ദിവസം നോമ്പെടുത്തതിനെ മതം മാറ്റമായി വ്യാഖ്യാനിക്കരുതെന്നും ശ്രീകുട്ടൻ മനോരമ ന്യൂസിനോട് പറഞ്ഞു. പാപം അല്ലേ? ഒന്ന് ആലോചിച്ചോ. ഓക്കെ, ഇങ്ങനൊക്കെ പരിപാടി കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിനെതിരെ വന്ന് സംസാരിക്കാനും ഇതിനെ ഭയങ്കരമായിട്ടങ്ങ് വാഴ്ത്തി എനിക്കെതിരെ ആൾക്കാരുണ്ട്. അതുപോലെ ഈ ടിങ് ടോം ചേട്ടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എത്ര പേര് ആൾക്കാർ വന്ന്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ടിങ് ടോം ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ വസ്തുതയാണെന്ന് തെളിയിക്കാനായിട്ട് യാതൊരുവിധ തെളിവുകളും ഇന്ന് ഈ നിമിഷം വരെ സോഷ്യൽ മീഡിയ പോയിട്ട് ഒരിടത്തും വന്നിട്ടില്ല. എന്നാൽ അൻസിബ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്നും വസ്തുതയോടുകൂടിയാണ് സംസാരിക്കുന്നതെന്നുള്ള തെളിവുകൾ അങ്ങൊന്നും ഇങ്ങൊന്നും എല്ലാം വരുന്നു. അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ആൾക്കാർ വരുന്നു. മറ്റൊരു വ്യക്തി അതേ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെ വന്ന് സപ്പോർട്ട് ചെയ്യണോ എന്നുണ്ടെങ്കിൽ അതിനകത്ത് കാര്യമില്ലാതെ ചെയ്യത്തില്ല. മേ ബി കാര്യമില്ലാതെയാണ് അവർ ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഇനി വരാൻ പോകുന്ന അവസരങ്ങൾ അവരുടെ കൈവിട്ട് പോയേക്കാം അല്ലേ? ഇൻഡസ്ട്രിയാണ്, അതിനകത്ത് ഈഗോ ക്ലാഷ് വരാം, അടി വരാം, ഇടി വരാം, ഇതെല്ലാം നടക്കാം. സിനിമയില്ലാതെ വീട്ടിൽ പോയി ഇരിക്കാം, മാസം 5000 രൂപ പെൻഷൻ മേടിച്ചിരിക്കേണ്ട സിറ്റുവേഷനിലേക്ക് വരെ എത്താം എന്നവർക്കറിയാം. എന്നിരുന്നാലും ഇതുപോലൊരു പെൺകുട്ടിയെ മറ്റൊരു പെൺകുട്ടികൾ വന്ന് ക്ലിയർ ആയിട്ട് അതും ലൈവിൽ സിനിമയിൽ നിൽക്കുന്ന ആൾക്കാർ വന്ന് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ
അതിനകത്തൊരു കാര്യം ഉണ്ടായതുകൊണ്ടെന്ന് തന്നെയാണെന്ന് കാണുന്ന വ്യക്തികൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ അതല്ല തെളിയിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? ടിങ് ടോം ചേട്ടന്റെ ഉത്തരവാദിത്വമാണ്. അപ്പം കോളിംഗ് ബെല്ലിന്റെ പേര് വെച്ചിരിക്കുന്ന ടിങ് ടോം ചേട്ടൻ ഉടൻ തന്നെ ഇതിന് എന്തെങ്കിലും മറുപടികൾ ഉണ്ടെങ്കിൽ വന്ന് കാണിക്കുക. ഇല്ലെങ്കിൽ എന്തോ വേണമെന്നറിയോ, ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെ ഇതുപോലൊരു അലിഗേഷൻ വന്ന സമയത്ത് തന്നെ അമ്മ പുറത്താക്കിയായിരുന്നു. പുറത്താക്കിയിട്ട് അതിൽ നിന്നും കുറ്റവിമുക്തനായിട്ട് വരാൻ പറഞ്ഞു. അതിനുശേഷമാണ് അമ്മയിലേക്ക് കയറ്റിയത്. അപ്പൊ അതുപോലെ തന്നെ ഇങ്ങനൊരു ആരോപണം വരുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ആരോപണം, ഈ ചെയ്തിരിക്കുന്ന ആരോപണം ചെറിയ കാര്യങ്ങളൊന്നുമില്ല. കേരള ജനത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ടോക്ക് വരുന്ന, വിമർശനങ്ങൾ വരുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് നിങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞൊരു സംഘടനയ്ക്കകത്ത് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ആ ആരോപണ വിധേയനും വ്യക്തമായ തെളിവുകൾ വന്നിരിക്കുന്ന സമയത്ത് ആ വ്യക്തിയെ പുറത്താക്കണം. പുറത്താക്കിയിട്ട് അത് നേരിട്ട് അത് സത്യമല്ല, സത്യമാണ് എന്ന് തെളിഞ്ഞതിന് ശേഷം മാത്രം കൊണ്ടുവരിക. അല്ലാതെ ഓരോ സൈഡിലും പക്ഷാഭേദം കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ കാണുന്ന ഞങ്ങളെ പോലുള്ള പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ സിനിമ കണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്കിടയിലുള്ള ഇതുപോലുള്ള അടിപിടികളും കണ്ട് പ്രോത്സാഹിപ്പിക്കുമെന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കുകയും വേണ്ട. അപ്പം ശരി.